ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹേ ഗായ്സ്, എന്തുണ്ട് വിശേഷം? നല്ല മഴയും നല്ല ക്ലൈമറ്റാണ് ഒക്കെ ഈ വൈകിട്ട്. അപ്പോൾ ഇന്ന് കാലത്ത് തൊട്ട് ഇങ്ങനെയാണ് ഉള്ളത് ഇവിടുത്തെ ക്ലൈമറ്റ്. അപ്പോൾ ഇന്നിത് 1:30 മണിയായി കഴിഞ്ഞു. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം കൂടി ഞാൻ റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ പുലാവ് ഉണ്ടാക്കാം, അതാകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ നേരം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ. ഇന്നാണെങ്കിൽ സ്കൂൾ മഴയെന്ന് പറഞ്ഞിട്ട് സ്കൂളാണെങ്കിൽ ലീവും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കുറച്ച് ലേറ്റായിട്ടായിരുന്നു കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാനൊരു 10-11 മണി ആവുന്ന നേരത്തേക്കല്ലേ ഈ പച്ചപ്പയറില്ലേ അതിൻ്റെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടി കഴിച്ചപ്പോൾ പിന്നെ അത്രയും വിശപ്പില്ലാത്തത് കൊണ്ട് കുറച്ച് ലേറ്റായിട്ട് തന്നെ കിച്ചണിലോട്ട് കയറിയിട്ടുള്ളത്. പിന്നെ ആ സമയത്താണ് മീനെങ്കിലും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്ന മീനും കൂടി വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് ഈ മീനിൻ്റെ കറിയില്ലേ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ലായിരുന്നു. ഇതെല്ലാം ഈ ജോലികളൊക്കെ എൻ്റെ ഉമ്മക്കാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മീനിൻ്റെ പിടി അത്ര ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു 1/2 കിലോ മീനാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്താ മീനെന്ന് പറഞ്ഞത് മാഞ്ചി എന്ന് പറയുന്നൊരു മീനാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 2 അങ്ങനെ മൊത്തത്തിൽ തന്നെ ഫുള്ളായിട്ട് തന്നെ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ തന്നെ അങ്ങനെ ഫ്രൈ ആക്കിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചാറ് അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ 2 ഇങ്ങനെ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് നീട്ടാക്കിയിട്ട് തന്നെ ഇങ്ങനെ ഒരു ബോക്സിൽ ഐസ്ക്രീമിൻ്റെ ഈ ചെറിയ ബോക്സിൽ ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ കറി ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും ചിക്കൻ പുലാവാണ് ഉണ്ടാക്കുന്നത്. ഇതില്ലേ ബാംഗ്ലൂർ സ്റ്റൈലിൽ നമ്മുടെ ഈ ഹാസന, സക്ലേഷ്പുര, ഈ കർണാടക ഭാഗത്തൊക്കെ ഇത് ഫേമസ് ആയിട്ടുള്ളൊരു ചോറാണ് ഈ ചിക്കൻ പുലാവ്. അത് കുറച്ച് വേറെ രീതിയിലാണ് കേട്ടോ അവർ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ മൺപാത്രത്തിലൊക്കെ ഉണ്ടാക്കും അവർ. ഇതിനായിട്ട് നോൺ സ്റ്റിക്ക് പാത്രമോ അല്ല തുർക്കി പാത്രമോ അങ്ങനത്തെ പാത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ സാധാരണ കറി വെക്കുന്ന മൺപാത്രമില്ല, കുറച്ച് വലുതായിട്ടുള്ള മൺപാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ആദ്യമേ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇപ്പം ഞങ്ങൾക്ക് ആവശ്യമുള്ളത് 1/2 കിലോയാണ്. അപ്പോൾ 1/2 കിലോ ഇറച്ചിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതിലേക്ക് ചില്ലി പേസ്റ്റ് ആക്കിയിട്ടാണ് 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ആ സമയത്ത് തീ നല്ലോണം കൂട്ടി വെക്കുക. എന്നിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. ആ സമയത്താണ് ഇതിലേക്ക് പച്ചക്കറികളൊക്കെ ആഡ് ആക്കുക. ഉള്ളി, തക്കാളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഇതിലേക്ക് അവർ മേത്തി ലീവ്സും കൂടി ഇട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതൊന്നും ഫ്രൈ ആക്കില്ല കേട്ടോ, ഇതെല്ലാം ഒന്ന് കുക്കാക്കിയിട്ടാണ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ഒരു 50% ചിക്കൻ കുക്കായ സമയത്താണ് ഇതൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കുന്ന ആ സമയത്താണ് ഇതൊക്കെ അവർ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് മേത്തി ലീവ്സ്, മല്ലിച്ചപ്പ്, അങ്ങനത്തെ നിങ്ങളുടെ കയ്യിലുള്ള ചപ്പ് വകകളൊക്കെ ഇല്ലേ, ലീവ്സ് വകകളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ അരിനനുസരിച്ചിട്ട് അതിൻ്റെ വെള്ളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മൺപാത്രത്തിൽ വെക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നാണ് വെള്ളം. പക്ഷേ ഇങ്ങനെ മൺപാത്രത്തിൽ വെച്ച് കൊടുക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ കറക്റ്റായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഈ ചോറ് കറക്റ്റ് വെന്തിട്ട് നല്ല ഉടഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. പിന്നെ ഇത് ബാസ്മതി അരിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബിരിയാണീൻ്റെ അരിയിൽ തന്നെ വെച്ച് കൊടുക്കണമെന്നില്ല. നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന അരിയിൽ വെച്ച് കൊടുത്താലും വെള്ളം ഇങ്ങനെ നേരെ കറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുത്താലേ ചോറ് നല്ലൊരു മോയ്സ്ചറൈസ് ആയിട്ടുള്ളൊരു ചോറ് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഈ സമയത്തിൽ അരി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മോൾ ഭാഗത്തിലോട്ട് ഇങ്ങനെ അരി ഇങ്ങനെ വരുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിക്കുക. ഇങ്ങനെ ഇപ്പോൾ അരിയൊക്കെ മോൾ ഭാഗത്ത് ഇങ്ങനെ വന്നതിന് ശേഷം തീ ലോ ആക്കി കൊടുക്കണം. മൂടി വെച്ചിട്ട് തീ ലോ ആക്കി കൊടുത്തിട്ട് 15 മിനിറ്റ് ഇങ്ങനെ മൂടി വെച്ചിട്ട് ലോ ആക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഓഫാക്കാം. എന്നിട്ട് ഒരു ½ ആൻ അവറോളം ആ ദമ്മിൽ തന്നെ വെച്ച് കൊടുക്കാം. ദമ്മിൽ വെച്ചെടുക്കുമ്പോൾ ഇങ്ങനെ മോൾ ഭാഗത്ത് എന്തെങ്കിലും ഒരു വെയിറ്റുള്ള ഒരു സംഭവം വെച്ച് കൊടുക്കുക. പിന്നെ മൺപാത്രമല്ലോ, അതുകൊണ്ട് തന്നെ അടിയിലൊരു നോൺ സ്റ്റിക്ക് തവയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചോറ് കാണാൻ പറ്റും എത്ര ഇങ്ങനെ ഓരോന്ന് ചോറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കിക്കോളൂ. ഞാനിപ്പോൾ ഇത് സൂമാക്കിയിട്ടും കാട്ടുന്നുണ്ട്, ദൂരയിൽ നിന്നും കാട്ടുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ടെക്സ്ചറിൽ തന്നെ ഈ ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഞാൻ 2 കപ്പാണ് അരി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ 4 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കനിൽ നിന്ന് വന്നിട്ട് ഇറങ്ങിയിട്ടുള്ള വെള്ളം കൂടി കുറച്ചുണ്ടായിരുന്നു. എല്ലാം കൂടിയിട്ട് ചോറ് നല്ലോണം
പൊടിഞ്ഞു പോവാതെ തന്നെ എന്നാൽ നല്ല മോയ്സ്ചറൈസ് ആയിട്ടുള്ളൊരു ചോറും കൂടി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചിക്കൻ ആണെങ്കിലോ ചോറാണെങ്കിലോ നല്ല കുക്കായിട്ടുണ്ട്, നല്ലൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സലാഡോ കച്ചമ്പറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ വെറും തൈര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് തൈരിലാണ് ഇത് കഴിച്ചത്. ഇതല്ലാതെ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ജസ്റ്റ് ഫ്രൈ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും മതിയാവും. അല്ലാതെ ഈ ചോറ് മാത്രമാണെങ്കിലും കഴിക്കാൻ നല്ല രസമാണ്. ഞാനിപ്പോൾ ജസ്റ്റ് മോരെടുത്തിട്ടുണ്ട്. ഈ തൈരിലോട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് പൊടിയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയം നല്ലോണം ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഈ മണത്തിൻ്റെ കൂടെ നല്ല വിശപ്പും കൂടി കൂടിക്കൊണ്ട് പോവാം. അപ്പോൾ ഇതാ ഇന്നത്തെ ലീവല്ലേ, അപ്പോൾ ഈ ലീവിൻ്റെ ദിവസം എന്തായാലും മക്കളൊക്കെ ചുറ്റും നിന്നിട്ടുണ്ട്. ഇനി എന്തായാലും അധികം ഞാൻ ഇൻ്റർവെൽ കൊടുക്കുന്നില്ല, എന്തായാലും അവർക്ക് കൊടുക്കാൻ പോവുക. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, കണ്ടിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വൈൻഡപ്പ് ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ.